വരൂ, ട്രോൾ ചെയ്യൂ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പെരുമാറ്റം വലിയ വിമർശനം വന്നിട്ടുണ്ട്. ഒരു വിമർശനം വരുമ്പോൾ കടക്ക് പുറത്തെന്ന് പറയുന്നത് വളരെ മോശമായി നമ്മളല്ല നീ ഒറ്റൊരുത്തനെ ഓവറാക്കി ചളമാക്കിയത്. ഇല്ല, അദ്ദേഹത്തെ കുറിച്ച് ഞാനൊന്നും പറയില്ല. കാരണം അദ്ദേഹത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കൂടി വരും. നീ ഏതായാലും പറയും, ബാക്കിയോടെ പറയും. സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോ എല്ലാവരും അനുഭവിച്ചുകൂടാന്നുള്ളത്. എന്തൊരു കോമഡിയാന്ന് നോക്കിയേ. നന്നായത് നാട്ടുകാർക്ക് അങ്ങനെ തന്നെ വേണം. പറഞ്ഞില്ല, എന്തും തെറ്റിയോ? ഞാൻ എന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താ കുഴപ്പം? നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്. അപ്പൊ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിനല്ല കുഴപ്പം, തിരഞ്ഞെടുത്ത തൃശ്ശൂരുകാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന്. അതിപ്പോൾ എന്ത് പറയാനാണ് ഞാൻ? ഒരു ചൊല്ലുണ്ട്, ഊരിയോനെ ചുമന്ന ചുമന്നോന് നാറുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തൊടാൻ പാടില്ല, കൊട പിടിക്കാൻ പാടില്ല. എനിക്കൊരു പ്രശ്നമല്ല. എനിക്കറിയാവുന്ന ആളാണ്, വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഡാ പുളുന്താൻ ചങ്കു, ഇട കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ കഥ പറഞ്ഞ് നീ എന്നെ എത്ര തവണ വഹിച്ചിട്ടുണ്ടാ? ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഏതായാലും തൃശ്ശൂരുകാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇവനെ കൊണ്ട് ആ പരിപാടി വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ? നിങ്ങൾ എന്താണ് സമ്മതിച്ചോ? ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചില്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം പരചന്ദ്രന്റെ അഭിനയിച്ച ശേഷം അദ്ദേഹത്തിന്റെ കാറിന്റെ പുറകിൽ എപ്പോഴും ഒരു SP യുടെ തൊപ്പി ഉണ്ടാകും. പറഞ്ഞത് കേട്ടല്ലോ. നീ അതിനിപ്പോ വീട് വിട്ടു പോകേണ്ട കാര്യമല്ല. SP മാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരിയിട്ട് ഇങ്ങനെ പുറകെ വെച്ച് ഇദ്ദേഹത്തിന്റെ കാറിന്റെ പുറകെ കുറെ കാലം, ഞാൻ തമാശ പറഞ്ഞില്ല, ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. ശരിയല്ലേ? ഉള്ളത് അത്രയോ പറയാനുള്ളൂ. ഇറങ്ങിപ്പോയോ കയറിയോന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം, കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. മുടിഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ ഒരുവനും വൺ മാൻ ഷോ നടത്തി ഷൈൻ ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാൻ ആ ഷോ നടത്തും. ആക്ഷനൊക്കെ അവരൊരു ഇഷ്ടമാണ്. ഞാൻ സംവിധായകനല്ലല്ലോ, കട്ടോറ. അടച്ചുപിടി. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. കട്ട് പറയേണ്ട സംവിധായകർ പറയും, അത് ജനങ്ങളാണ്. ശരി, ഓക്കെ, വണ്ടി വിടാം. സാരങ്ങോട്ടോ തിരക്കിട്ട് പോന്നുണ്ടല്ലോ. എന്താ പോന്നല്ലേ? വരുന്നു.